എനിക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ് കേട്ടോ ഇത്. ഞാൻ ഇന്നലെ ഇതന്നെ ഉണ്ടാക്കിയത്, ഇന്നും തന്നെ. പക്ഷെ ഇന്ന് ഇതിലേക്ക് മീൻ പൊരിച്ചതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ പപ്പായ പഴുത്തത് കാണിച്ചു തരാമെന്ന്, ഇതാട്ടോ. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ഇതിമൊന്ന് കട്ട് ചെയ്ത് കഴിക്കണത് ഞാൻ നാളെ കാണിച്ചു തരാം. ഒന്നുകൂടെ പഴുക്കാനുണ്ട്. അപ്പോൾ നല്ല പഴുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ മുളക് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മുളക് കണ്ടില്ലേ, എത്രങ്ങാനും മുളകാന്ന് പറയുക. ഒരു മുളക് തൈ ഉണ്ടായാൽ പിന്നെ നമുക്ക് പച്ചമുളകൊക്കെ ലൈവായിട്ട് ഇങ്ങനെ പറിച്ച് കറിയൊക്കെ ഇടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളകൊക്കെ നട്ട് നോക്ക്, പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇതാണ് പച്ചമുളക് കേട്ടോ. ഇത് പിന്നെ അന്ന് ഞാൻ ഉള്ളി കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ, ആ മുളകാണിത്. കണ്ടോ, കൊലയായിട്ടാണ് ഉണ്ടായിട്ടില്ല. പിന്നെ മത്തനാണെങ്കിൽ പറയണ്ട, മത്തനോണ്ടൊരു ചെറിയ കളി കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് പടവും മുളച്ചതാണ്. പടവും മുളച്ചതൊന്നും പോവില്ല, നല്ല പോലെ പിടിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു സാധനത്തിന് ഞാൻ കാണിച്ചത് ഞങ്ങളെ വീട്ടിലെ തുകയാണ് കേട്ടോ. അത് ഈ തുക കടിച്ചാലുണ്ടല്ലോ മക്കളെ, കണ്ണിന്ന് പൊന്നീച്ച പറ, അത്രയ്ക്ക് ചൊറിച്ചിലല്ല, ഒരു കടിച്ചണ മാതിരി കേട്ടോ. ഭയങ്കര നീറ്റലാണ്. ഇത് എന്താണെന്ന് കാര്യം നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ അതുപോലെ ഇന്ന് രാവിലെ തന്നെ കാക്കു തീ മൂട്ടി തന്നതുകൊണ്ട് ഞാൻ മൂട്ടുമ്പോൾ ഈ തീനൊരു മാഞ്ഞാളം കൊഞ്ചലാണ്. കാക്കു തീ മൂട്ടി കഴിഞ്ഞാൽ നല്ല പോലെ കത്തും. അപ്പം ഇന്ന് അരി ഇട്ട്, അപ്പോൾ എന്തായാലും തീ മൂട്ടിയതല്ല, അപ്പോൾ അരിയൊക്കെ ഇട്ടാണ് വേവിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അരി ഇട്ട് കൊടുത്താട്ടോ. അപ്പോൾ അതേ തീനിതാ വിറകായതുകൊണ്ട് നമ്മളിങ്ങനെ താഴേക്ക് വരും. അപ്പോൾ നമ്മളിന്ന് ക്ലീനിങ് ആട്ടോ മൊത്തത്തിൽ. ഇത് നമ്മുടെ കക്കരി നട്ട സ്ഥലമായിരുന്നു, അവിടെയൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അടുക്കളയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കയ്പങ്ങ ഉണ്ടായി, അതും ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ ബാക്ക് ഭാഗത്ത് കുറച്ച് പച്ചക്കറി ഉണ്ടാക്കുക, അതെല്ലാം ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ. ഞാൻ വരികയാണെങ്കിൽ നിങ്ങൾ ലൈവായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അധികം നിന്നൊരു ഇന്ദ്രകുടിയെ കളിച്ചാൽ ഞാൻ താഴേക്ക് വീഴുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് ഇത് കഴിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലീനിങ്ങിക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാടുണ്ട് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഇത് കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് അന്ന് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അധികം നിന്ന് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നിങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ ഓക്കെ, ബൈ.